നമ്മൾ റോമാലേഖനം ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. ഇന്നലെ 2-ാം അധ്യായത്തിൻ്റെ ആദ്യ കുറച്ച് ഭാഗങ്ങൾ ചിന്തിക്കാനായിട്ട് നമുക്ക് ദൈവം ഇടയാക്കി. ഞാൻ ഈ ആദ്യം പറയുന്നതിൻ്റെ ഒരു രഹസ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ഔട്ട്ലൈൻ തരികയാണ്. ഞാൻ ഇതെല്ലാം വിവരിക്കത്തില്ല, ഒരു ഔട്ട്ലൈൻ മാത്രമേ തരാനായിട്ട് ആഗ്രഹിക്കുന്നുള്ളൂ. അപ്പം തുടർന്ന് പറയുന്ന വ്യക്തികൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഭാഗത്തു നിന്ന് തന്നെ ചിന്തിക്കണം. നമ്മൾ സാധാരണ ബൈബിൾ എക്സ്പോസിഷനെ പറ്റി ഒരു പറച്ചിലുണ്ട്. കാരണം നമ്മുടെ ബന്ധുക്കോസുകാരുടെ, അത് ഈ ഇടയ്ക്ക് രമേശ് ചെന്നിത്തല പറഞ്ഞതാണ് എനിക്ക് പലപ്പോഴും ഓർമ്മ വരുന്നത്. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, പശുവിനെ കുറിച്ച് ചോദിച്ചാൽ പശുവിനെ കൊണ്ടുപോയി തെങ്ങേ കെട്ടും, എന്നിട്ട് തെങ്ങിനെ കുറിച്ച് പറയും എന്ന് പറഞ്ഞ പോലെ ആകരുത് നമ്മുടെ വചന പഠന സമയങ്ങൾ. സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർ ആ സ്ട്രിക്റ്റായിട്ട് നമ്മൾ ഈ പറയുന്ന ഭാഗത്ത് തന്നെ നിൽക്കുകയും അതിൻ്റെ പ്രായോഗികവും അതിൻ്റെ വ്യാഖ്യാനപരവും പ്രായോഗികവുമായിട്ടുള്ള ഭാഗത്ത് തന്നെ നിന്നിട്ട് സംസാരിക്കണം. ഒരിക്കലും ജനറലൈസ് ചെയ്ത് മറ്റു ഭാഗങ്ങളിലേക്ക് പോയി അവിടെ ഉള്ള കാര്യങ്ങൾ പറയാനല്ല നമ്മൾ ആഗ്രഹിക്കുന്നത്. റോമാലേഖനത്തിൽ ഇവിടെ പൗലോസ് പറഞ്ഞിരിക്കുന്ന ഈ കാര്യങ്ങളെക്കുറിച്ച് തന്നെ ചിന്തിക്കാൻ വേണ്ടിയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അത് പലപ്പോഴും നമ്മുടെ വ്യാഖ്യാനങ്ങൾ പലതും പരിധി വിട്ട് പോവുകയും, മോശമെന്നല്ല പറയുന്നത്, എന്നാൽ തന്നെ ആ പറഞ്ഞ ഭാഗത്തെക്കുറിച്ചല്ല പലപ്പോഴും പറയുന്നത് എന്നുള്ളത് ഒരു ദുഃഖകരമായ ഒരു യാഥാർത്ഥ്യമാണ്. ദയവ് ചെയ്ത് ഈ തുടർന്ന് സംസാരിക്കുന്ന വ്യക്തികളും ഈ നമ്മൾ ചിന്തിക്കുന്ന ഭാഗത്ത് തന്നെ നിൽക്കാനും, ചിന്തിക്കുന്ന ഭാഗത്ത് തന്നെ ഇച്ചിരി അങ്ങോട്ടോ ഇങ്ങോട്ടോ പുറകിലോട്ടോ മുന്നോട്ടോ പോയാൽ കുഴപ്പമില്ല. കാരണം ചില കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നമ്മൾ പറയണം. തികച്ചും അതിനോട് ബന്ധമില്ലാത്ത ചില കാര്യങ്ങളിലേക്ക് നമ്മുടെ ഡിസ്കഷൻ പോയി കഴിഞ്ഞാൽ അതൊരു ബൈബിൾ സ്റ്റഡി എന്നതിന് ഉപരിയായിട്ട് ഒരു വേറൊരു ഉണർവ് മീറ്റിങ്ങോ അല്ലെങ്കിൽ ഇതുപോലുള്ള ഒരു നിലയിലേക്ക് പോകാനായിട്ട് ഇടയായിട്ട് തീരും. അത് ശ്രദ്ധിക്കണമേ എന്ന് കർത്താവിൽ താഴ്മയോടെ അപേക്ഷിക്കുന്നു. നോക്കിയാട്ടെ, ഇന്നലെ നമ്മൾ കണ്ടത്, തങ്ങൾ നീതിമാന്മാരാണെന്ന് വിചാരിച്ചുകൊണ്ട് അവർ ചില മോറൽ വാല്യൂസിനെ കുറിച്ചും ചില സാൻമാർഗികമായ ചില കാര്യങ്ങളെക്കുറിച്ചുള്ള അണ്ടർസ്റ്റാൻഡിങ്, അറിവുണ്ടെന്ന് വെച്ചിട്ട് മറ്റുള്ളവരെ നിന്ദിക്കുകയും അത് കേവലം ഈ പ്രിൻസിപ്പിൾസ് പറയുന്നത് കൊണ്ട് മാത്രം അവരത് ചെയ്തു എന്ന് വിചാരിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടം ആൾക്കാർ. അത് മോറലിസ്റ്റുകളാകാം, അതുപോലെ ദൈവം വേണ്ട, ഞങ്ങൾക്ക് തന്നെ സ്വയം നീതി ചെയ്യാൻ കഴിയുമെന്ന് വിചാരിക്കുന്നവരാകാം, അതുപോലെ തന്നെ മതപരമായ ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും കുടുങ്ങി ഈ മതപരമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ചെയ്യുന്നത് കൊണ്ട് സത്യത്തിൽ ഞങ്ങൾ ദൈവം ആഗ്രഹിക്കുന്ന പൂർണ്ണതയിലേക്ക് എത്തിച്ചേർന്നുവെന്ന് വ്യർത്ഥാവായിട്ട് ചിന്തിക്കുന്ന വ്യക്തികളെ, ഇവരെയൊക്കെ ഉൾപ്പെടുത്തിയാണ് നമ്മൾ ഇന്നലെ ചിന്തിക്കാനിടയായത്. സത്യത്തിൽ അവിടെ പ്രമാണം ലഭിച്ച ഒരു യഹൂദനെ കുറിച്ചാണ് പറയുന്നത് എന്ന് നമ്മൾക്ക് ചിന്തിക്കാം. എന്നാൽ അതേ കാര്യം തന്നെ മറ്റു പല ഇന്നുള്ള ചിന്താഗതിക്കാരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമുക്ക് ചിന്തിക്കാൻ കഴിയും എന്നുള്ളത് നമ്മൾ ഇന്നലെ ചിന്തിക്കാനിടയായി തീർന്നു. അതിൽ പ്രധാനമായിട്ട് എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്ന ഒരു കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ 4-ാം വാക്യം, അല്ല ദൈവത്തിൻ്റെ ദയ നിന്നെ മാനസാന്തരത്തിലേക്ക് നടത്തുന്നു എന്നറിയാതെ നീ അവൻ്റെ ദയ, ക്ഷമ, ദീർഘശാന്തി എന്നിവയുടെ ഐശ്വര്യം നിരസിക്കുന്നുവോ? അപ്പോൾ നമ്മൾ ഈ 2 വള്ളത്തിൽ, അല്ലെങ്കിൽ ഈ പറയുന്ന വ്യക്തികൾ 2 വള്ളത്തിൽ കാല് ചവിട്ടി മുന്നോട്ട് പോകുകയും വാഗൊണ്ട് പറയുന്നതൊന്നും പ്രായോഗിക ജീവിതത്തിൽ വേറൊരു നിലയിലും കടന്നു പോയിട്ട് അവർക്കത് തിരിച്ചറിയാൻ കഴിയാത്ത ഒരു നിലയിൽ ജീവിക്കുമ്പോഴും ദൈവം അവരുടെ കണ്ണ് തുറക്കാനും ദൈവത്തിന്റെ ദയയിൽ അവരെ മാനസാന്തരത്തിലേക്ക് നടത്തുവാനും ദൈവം സന്നദ്ധനാണെങ്കിലും, ദൈവകൃപ അതിന് അവർക്ക് അവൈലബിൾ ആണെങ്കിലും, അവരുടെ ഉറക്കത്തിൽ നിന്ന്, നമ്മൾ പറയുന്ന പോലെ ഉറങ്ങിക്കിടക്കുന്നവനെ ഉണർത്താം, ഉറക്കം നടിച്ചു കിടക്കുന്നവനെ ഉണർത്താൻ പറ്റുകയില്ല എന്ന് പറയുന്ന പോലെ, ഇതുപോലുള്ള ചില ന്യായവാദങ്ങളും ഹൈ മോറൽസിനെ കുറിച്ചൊക്കെ പറയുന്നത് കൊണ്ട് ഞാനത് അങ്ങനെ ആയി തീർന്നെന്നോ, അല്ലെങ്കിൽ മതപരമായ ചില കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് തങ്ങൾ അങ്ങനെ ആയിത്തീർന്നെന്നോ ചിന്തിക്കുന്ന വ്യക്തികളെ പലപ്പോഴും ഒരു സുബോധത്തിലേക്ക് അല്ലെങ്കിൽ യാഥാർത്ഥ്യത്തിലേക്ക് നടത്തുവാനായിട്ട് വളരെ പ്രയാസമുള്ള കാര്യമാണ് എന്ന് നമ്മൾ ഇന്നലെ ചിന്തിക്കാനായിട്ട് ഇടയായിട്ട് തീർന്നു. ദൈവത്തിന്റെ ന്യായവിധിയുടെ പ്രത്യേകതകളെ കുറിച്ച് നമ്മൾ ഇന്നലെ ചിന്തിക്കാനിടയായി തീർന്നു. അങ്ങനെ ഇന്ന് വളരെ സ്പെസിഫിക് ആയിട്ട് ചില ചോദ്യങ്ങളാണ് ഈ 17-ാം വാക്യം മുതൽ നമ്മൾ കാണുന്നതായിട്ടുള്ള കാര്യം. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നീയോ യഹൂദൻ എന്ന് പേർ കൊണ്ടും ന്യായപ്രമാണത്തിൽ ആശ്രയിച്ചും ദൈവത്തിൽ പ്രശംസിച്ചും ന്യായപ്രമാണത്തിൽ നിന്ന് പഠിക്കിയാൽ അവന്റെ ഇഷ്ടമറിഞ്ഞും ഭേദാഭേദങ്ങൾ വിവേചിച്ചും ജ്ഞാനത്തിന്റെയും സത്യത്തിന്റെയും സ്വരൂപം ന്യായപ്രമാണത്തിൽ നിനക്ക് ലഭിച്ചത് കൊണ്ട് നീ കുരുടർക്ക് വഴികാട്ടുന്നവൻ, ഇരുട്ടിലുള്ളവർക്ക് വെളിച്ചം, മൂഢരെ പഠിപ്പിക്കുന്നവർ, ശിശുക്കൾക്ക് ഉപദേഷ്ടാവ് എന്ന് ഉറച്ചുമിരിക്കുന്നെങ്കിൽ ഹേ അന്യനെ ഉപദേശിക്കുന്നതിനെ നിന്നെ തന്നെ ഉപദേശിക്കാത്തത് എന്ത് എന്ന് പറഞ്ഞു തുടങ്ങുന്ന
ഭാഗമാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അപ്പൊ അത് നമുക്കത് അറിയാം. സ്പെസിഫിക് ആയിട്ട് അത് യഹൂദനെ കുറിച്ച് തന്നെയാണ് ചോദിക്കുന്നത്. നീയോ യഹൂദൻ എന്ന് പേർ കൊണ്ടും, അല്ലെങ്കിൽ യഹൂദൻ എന്ന് പറയുന്ന പേര് കൊണ്ട് തന്നെ അർത്ഥമാകും. നമുക്കറിയാമല്ലോ 12 ഗോത്രങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ യഹൂദ ഗോത്രം ആയിരുന്നു അതിൽ പ്രോമിനന്റ് ആയിട്ടുള്ള ഒരു ഗോത്രം. ആ ഗോത്രത്തിന്റെ പേരിലാണ് മൊത്തം യഹൂദന്മാർ പിന്നെ അറിയപ്പെടാനായിട്ട്. അതാ യഹൂദൻ എന്ന് വിളിക്കുന്നതുകൊണ്ട് അർത്ഥം. അപ്പോൾ ദൈവത്തിന് സ്തുതി കൊണ്ടുവരുന്നവെന്നോ ദൈവത്തെ സ്തുതിക്കുന്നവെന്നോ ഒക്കെയുള്ള ആണ് അതിന്റെ അർത്ഥം എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് കഴിയും. എന്നാൽ യഹൂദൻ എന്ന് പേർ കൊണ്ട് ദൈവത്തിനെ മഹത്വപ്പെടുത്തുകയും ദൈവത്തിനെ സ്തുതിക്കത്തക്കവണ്ണം ഇടയായി തീരുകയും ചെയ്യേണ്ട വ്യക്തികള് ദൈവത്തിന് അപമാനം കൊണ്ടുവരുന്നത് എങ്ങനെയാണ്, ദൈവനാമം അവർ മുഖാന്തരം അപമാനിക്കപ്പെടുന്നത് എങ്ങനെയാണ് എന്നാണ് അവിടെ എഴുതിയേക്കുന്നത്. അവിടെ നമ്മൾ എഴുതിയേക്കുന്നു, പുറമേ യഹൂദനായവനല്ല യഹൂദൻ, പുറമേ ജഡത്തിലുള്ള പരിച്ഛേദനയുമല്ല. അതിന്റെ 28-ാം വാക്യം, അകമേ യഹൂദനായത്ര യഹൂദൻ, അക്ഷരത്തിലല്ല ആത്മാവിലുള്ള ഹൃദയ പരിച്ഛേദനയത്ര പരിച്ഛേദന, അവന് മനുഷ്യരാലല്ല ദൈവത്താൽ തന്നെ പുകഴ്ച ലഭിക്കും എന്ന് കൺക്ലൂഡ് ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. എന്നാൽ നീ ന്യായപ്രമാണം ലംഘിയായാലോ നീ ദൈവത്തെ അപമാനിക്കുന്നു എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് അവിടെ എഴുതി. 24-ാം വാക്യം, നിങ്ങൾ നിമിത്തം ദൈവത്തിന്റെ നാമം ജാതികളുടെ ഇടയിൽ ദുഷിക്കപ്പെടുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. നീ ന്യായപ്രമാണം ആചരിച്ചാൽ പരിച്ഛേദന പ്രയോജനമുള്ളത് സത്യം, ന്യായപ്രമാണം ലംഘിയായാലോ നിന്റെ പരിച്ഛേദന അഗ്രചർമ്മമായി തീർന്നു. നമുക്കറിയാമല്ലോ ഈ പറയുന്ന ഈ ഭാഗത്തും വളരെയധികം ചോദ്യങ്ങൾ ചോദിച്ചേക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഞാനിപ്പോൾ എണ്ണി നോക്കിയിട്ട് 1, 2, 3, 4, 5, 6 ചോദ്യങ്ങൾ ഈ ചെറിയ ഭാഗത്ത് ഉണ്ട്. വേണമെങ്കിൽ കൂടുതൽ ചോദ്യങ്ങൾ നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയും. ചോദ്യ രൂപേണ ചോദിച്ചേക്കുന്ന പല ആശയങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയും. ഇത് പണ്ട് ഈ ഗ്രീക്ക് തത്വജ്ഞാനികളൊക്കെ ആൾക്കാരെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു രീതിയാണെന്നാണ് പറയപ്പെടുന്നത്. സോക്രട്ടീസും അതുപോലുള്ള ആൾക്കാരും ഒക്കെ ചില ചോദ്യങ്ങൾ ക്രൗഡിനെ പഠിപ്പിക്കുമ്പോൾ ചില ചോദ്യങ്ങൾ ചോദിക്കും, എന്നിട്ട് അവർ തന്നെ അതിന് ഉത്തരം പറയും. അതേ രീതിയിൽ പൗലോസ് ചില കാര്യങ്ങൾ തുടർന്ന് വ്യക്തമാക്കുന്നത് നമുക്ക് കാണാം. 3-ാം അധ്യായത്തിന്റെ ആദ്യ ഭാഗങ്ങളോ ആദ്യത്തെ 10 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോഴും അവിടെയും അനവധിയായിട്ടുള്ള ചില ചോദ്യങ്ങൾ ചോദിച്ചേക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. എന്നാൽ ഈ ചോദ്യങ്ങൾ അടിസ്ഥാനപരമായിട്ടുള്ള ചോദ്യങ്ങളാണ്. നമ്മൾ ചില യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിയാൻ വേണ്ടി തന്നെ ചോദിക്കപ്പെട്ട ചോദ്യങ്ങളാണ് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. ഇന്നലെ നമ്മൾ ചിന്തിച്ചു, ഈ ന്യായപ്രമാണം കൊടുത്തത് ഈ ന്യായപ്രമാണം അവർക്ക് ആചരിക്കാൻ കഴിയും എന്ന് അറിഞ്ഞിട്ടല്ല. ന്യായപ്രമാണം കൊടുത്തതിന്റെ ഉദ്ദേശം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ന്യായപ്രമാണം ലഭിച്ചു കഴിയുമ്പോഴാണ് മനുഷ്യന് അവന്റെ ജീവിതത്തിൽ പാപമുണ്ട് എന്നൊരു സത്യം മനസ്സിലാവുന്നത്. അത് തുടർന്ന് 5-ാം അധ്യായത്തിലും 7-ാം അധ്യായത്തിലും റോമാലേഖനം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് അവിടെ കാണാം. ന്യായപ്രമാണം ലഭിച്ചത് കൊണ്ട് അവർക്ക് പാപത്തിന്റെ പരിജ്ഞാനം അത്രേ ലഭിച്ചത്. അപ്പോൾ അവർ മോഹിക്കരുത് എന്ന് ന്യായപ്രമാണം പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ ഞാൻ മോഹത്തെ അറിയയില്ലായിരുന്നു. എന്നാൽ ആ കൽപ്പന വന്നപ്പോൾ ആ കൽപ്പന എന്നിൽ അനേക മോഹങ്ങളെ ജനിപ്പിച്ചു. ഞാൻ ആ ഭാഗം വാക്യം റോമാലേഖനം 7-ാം അധ്യായം 7-ാം വാക്യം, ആകയാൽ എന്ത് ന്യായപ്രമാണം പാപമെന്നോ ഒരു നാളും അരുത്, എങ്കിലും ന്യായപ്രമാണത്താൽ അല്ലാതെ ഞാൻ പാപത്തെ അറിഞ്ഞില്ല. മോഹിക്കരുതെന്ന് ന്യായപ്രമാണം പറയാതിരുന്നെങ്കിൽ ഞാൻ മോഹത്തെ അറിയയില്ലായിരുന്നു. പാപമോ അവസരം ലഭിച്ചിട്ട് കൽപ്പനയാൽ എന്നിൽ സകലവിധ മോഹത്തെയും ജനിപ്പിച്ചു. ന്യായപ്രമാണം കൂടാതെ പാപം നിർജീവമാകുന്നു. ഞാൻ ഒരു കാലത്ത് ന്യായപ്രമാണം കൂടാതെ ജീവിച്ചിരുന്നു, എന്നാൽ കൽപ്പന വന്നപ്പോൾ ഞാൻ വീണ്ടും ജീവിക്കുകയും ഞാൻ മരിക്കുകയും പാപം വീണ്ടും ജീവിക്കുകയും ഞാൻ മരിക്കുകയും ചെയ്തു എന്നുള്ള ഭാഗങ്ങൾ നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് കഴിയും. അപ്പോൾ ന്യായപ്രമാണത്തിന് മുമ്പേ തന്നെ പാപം ഉണ്ടായിരുന്നു. അത് റോമർക്ക് എഴുതിയ 5-ാം അധ്യായത്തിലും എഴുതിയിട്ടുണ്ട്. ന്യായപ്രമാണത്തിന് മുമ്പേ തന്നെ പാപം ഉണ്ടായിരുന്നു. എന്നാൽ ന്യായപ്രമാണം വന്നപ്പോഴാണ് പാപത്തെ അറിഞ്ഞത്. അതിന്റെ 5-ാം അധ്യായം 13-ാം വാക്യം, പാപമോ ന്യായപ്രമാണം വരെ ലോകത്തിൽ ഉണ്ടായിരുന്നു, എങ്കിലും ന്യായപ്രമാണം ഇല്ലാതിരിക്കുമ്പോൾ പാപത്തെ കണക്കിടുന്നില്ല എന്ന് പറഞ്ഞ് തുടർന്ന് താഴെ പറയുന്ന ചില കാര്യങ്ങളെ നമുക്ക് കാണാനായിട്ട്. അപ്പം ഞാനിപ്പം ഇപ്പോൾ ഒരു സ്കൂൾ ഗ്രൗണ്ടിനെയോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൻപുറത്തുള്ള ഒരു ഗ്രൗണ്ടിനെ എൻ്റെ മനസ്സിൽ ഞാൻ ഇമാജിൻ ചെയ്യുക. അപ്പം അപ്പോൾ പിള്ളേരെല്ലാം ഹൈ ജമ്പ് ചാടിക്കൊണ്ടിരിക്കുക എന്ന് വെച്ചു. ഓടി വരുന്നു ചാടുന്നു. അങ്ങനെ ചാടിക്കൊണ്ടിരിക്കുമ്പോൾ എന്ന് വെച്ചാൽ ക്രോസ് ബാർ വെച്ചിട്ടില്ല. എത്ര ഉയരത്തിലാ ചാടണ്ടേന്ന് മനസ്സിലാകാൻ തക്കവണ്ണം അതിനൊരു ഇത് വെച്ചിട്ടില്ല. അപ്പൊ എല്ലാരും വന്ന് വായുവിൽ അങ്ങ് ചാടുന്നു. അപ്പൊ ഏറ്റവും ഉയരത്തിൽ ചാടുന്നവനും ഏറ്റവും കുറഞ്ഞു ചാടുന്നവനും ചാടാത്തവനും എല്ലാം അതിന്റെ ആ പിച്ചിൽ കൂടെ കടന്നു പോകുന്നുണ്ട്. അപ്പോഴാണ് ഒരാൾ കൊണ്ടുവന്നിട്ട് 1 മീറ്റർ ഉയരത്തിൽ ഒരു ക്രോസ് ബാർ അതിനൊരു
ഒരു ഹൈ ജമ്പ് ചാടാനുള്ള ഒരു ഒരു അളവ് കൊണ്ടുവച്ചു, ഒരു കോല് കൊണ്ടുവച്ചു. അപ്പോഴാണ് മനസ്സിലായത് കോലിന്റെ അടിയിൽ കൂടെ ചാടുന്ന എത്ര പേരുണ്ട്, കോലിന്റെ മീതെ കൂടെ ചാടുന്ന എത്ര പേരുണ്ടെന്ന് പിടികിട്ടിയത്. എന്ന് പറഞ്ഞതുപോലെ ഈ ന്യായപ്രമാണത്തിന്റെ കാര്യവും. അപ്പൊ ന്യായപ്രമാണം ആദാം മുതൽ മോശെ വരെ ന്യായപ്രമാണം ഇല്ലായിരുന്നെങ്കിലും പാപം മനുഷ്യനിൽ ഉണ്ടായിരുന്നു. എന്നാൽ ഈ പാപത്തെ തിരിച്ചറിയാൻ തക്കവണ്ണം അവിടെ ഒരു ന്യായപ്രമാണം ഉണ്ടായിരുന്നില്ല എന്നുള്ളൊരു സത്യമാണ് ദൈവത്തിന്റെ വചനത്തിൽ പ്രതിപാദിക്കപ്പെട്ടേക്കുന്നത്. അപ്പൊ ന്യായപ്രമാണം ലഭിച്ചത് കൊണ്ടുള്ള ഗുണം എന്താണ്? അല്ലെങ്കിൽ ഇത് അബ്രഹാമിന്റെ മക്കളുടെ കരങ്ങളിൽ മോശെ മുഖാന്തരം ഭരമേൽപ്പിച്ചത് കൊണ്ടുള്ള പ്രയോജനം എന്താണ്? അവർക്ക് അതിനു മുമ്പേ തന്നെ അബ്രഹാമിന് തന്നെ പരിച്ഛേദന അടയാളമായിട്ട് കൊടുത്തതിന്റെ ഉദ്ദേശം എന്താണ്? എന്നിവയൊക്കെയാണ് നമ്മൾ ഈ ഭാഗത്ത് കാണുന്നതായിട്ടുള്ള കാര്യം. അപ്പോൾ ഒരളവുകോല് ലഭിച്ചു കഴിയുമ്പം നമുക്ക് തന്നെ അറിയാമല്ലോ, നമ്മുടെ തന്നെ ആത്മീയ ജീവിതത്തിൽ പ്രാരംഭ ദശയിലൊക്കെ ഉണ്ടാവുന്ന ഒരു പ്രത്യേകതയാണ്. നമുക്കൊരു വാക്യം വെളിപ്പെട്ട് കിട്ടിയാൽ ഈ വാക്യം വെച്ച് നമ്മൾ നാട്ടുകാരെ മുഴുവൻ അളക്കും, നമ്മുടെ സഭയിലുള്ള ആൾക്കാരെ മുഴുവൻ അളക്കും. ആദ്യം ഉപദേശി അളക്കും, പിന്നെയാണ് ബാക്കിയുള്ളവരെ അളക്കുന്നത്. അത് എൻ്റെ ജീവിതത്തിലും അത് വലിയൊരു യാഥാർത്ഥ്യമായിരുന്നു. പിന്നെയാ മനസ്സിലാവുന്നത്, കർത്താവെ, ഞാൻ ഈ അളക്കുന്ന ഈ വാക്യവും ഈ സ്റ്റാൻഡേർഡും വെച്ച് ഞാൻ എന്നെ അളക്കാൻ മറന്നുപോയി. ബാക്കി എല്ലാവരെയും ഞാൻ അളന്നു. അവരുടെയൊക്കെ നീളവും വീതി ഉയരവും ഒക്കെ എൻ്റെ കയ്യിലുണ്ട്. എന്നാൽ എന്നെ ഞാൻ അളക്കാനും എന്നെ ഇവാലുവേറ്റ് ചെയ്യാനും ഞാൻ മറന്നുപോയി. ഞാൻ മറ്റുള്ളവരിൽ കാണുന്ന ഈ കുറവുകളെല്ലാം എൻ്റെ ഉള്ളിലുണ്ടല്ലോ കർത്താവേ എന്ന് തിരിച്ചറിയുന്നത് തന്നെ ആത്മീയ ജീവിതത്തിന്റെ ഒരു പ്രത്യേക ഒരു നിലവാരത്തിലാണ്. അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മൾ പലപ്പോഴും ചിന്തിച്ചു പോകുന്നത്, രക്ഷിക്കപ്പെട്ടു, ദൈവത്തെ അറിഞ്ഞു, എല്ലാം ഞാൻ പൂർണ്ണതയുള്ളവരായി തീർന്നു, എന്നിൽ ഇനി ഒരു പാപവും ശേഷിച്ചിട്ടില്ല, ഇനി ഒരു പ്രശ്നവും ഇല്ല എന്ന് പോലും ചിന്തിച്ച് അങ്ങനെ പറഞ്ഞു നടക്കുന്ന ആൾക്കാരുണ്ട്. ദൈവം തന്റെ പ്രവർത്തനം നമ്മളിൽ ആരംഭിച്ചിരിക്കുന്നു, എന്നാൽ നമ്മൾ പൂർണ്ണതയിലേക്ക് എത്തിയിരിക്കുകയല്ല. എന്നാൽ യേശുക്രിസ്തു മുഖാന്തരം പാപത്തിന്റെ ശമ്പളമായ മരണത്തിൽ നിന്ന് കർത്താവ് നമ്മളെ വിടുവിച്ചു. 2, യേശുക്രിസ്തു മുഖാന്തരം പാപത്തിന്റെ സ്വഭാവത്തിൽ നിന്ന് ദൈനംദിനമായിട്ടുള്ള വിടുതല് ദൈവം നമുക്ക് നൽകിക്കൊണ്ട്, യേശുവിന്റെ ക്രൂശ് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നതനുസരിച്ച് പാപത്തിന്റെ ശക്തിയിൽ നിന്നുള്ള വിടുതല് കർത്താവ് നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ കർത്താവിന്റെ വരവെങ്കിൽ നമ്മൾ പാപത്തിന്റെ സാന്നിധ്യത്തിൽ തന്നെ നമ്മൾ രക്ഷിക്കപ്പെട്ട് രൂപാന്തരപ്പെടും എന്ന് നമ്മൾ കാണുന്നുണ്ട്. നോക്കിയാട്ടെ, ഞാൻ ഈ ഭാഗത്തേക്ക് ഞാൻ കടന്നു വരികയാണ്. നീയോ യഹൂദൻ എന്ന് പേർ കൊണ്ടും ന്യായപ്രമാണത്തിൽ ആശ്രയിച്ചും ദൈവത്തിൽ പ്രശംസിച്ചും അങ്ങനെ ന്യായപ്രമാണം ലഭിച്ചവരുടെ ചില പ്രത്യേകതകൾ അവിടെ പറയുകയാണ്. ന്യായപ്രമാണത്തിൽ നിന്ന് പഠിക്കാൻ ദൈവത്തിന്റെ ഇഷ്ടം എന്തെന്ന് ന്യായപ്രമാണത്തിൽ നിന്ന് അറിഞ്ഞു, ദൈവത്തിന്റെ ഹിതം എന്താണെന്ന് അറിഞ്ഞു, ഭേദാഭേദങ്ങൾ വിവേചിക്കാനായിട്ട് ഇടയായിത്തീർന്നു. ജ്ഞാനത്തിന്റെയും സത്യത്തിന്റെയും സ്വരൂപം, ദൈവിക ജ്ഞാനത്തിന്റെയും സത്യത്തിന്റെയും സ്വരൂപം ന്യായപ്രമാണത്തിൽ നിന്ന് നമുക്ക് ലഭിച്ചു ഉണ്ട്. നീ കുരുടർക്ക് വഴികാട്ടുന്നവൻ, ഇരുളിലുള്ളവർക്ക് വെളിച്ചം, മൂഢരെ പഠിപ്പിക്കുന്നവൻ, ശിശുക്കൾക്ക് ഉപദേഷ്ടാവ് എന്ന് ഉറച്ചുമിരിക്കുന്നുവെങ്കിൽ എന്ന് പറയുക. അപ്പൊ ഇത്രയൊക്കെ ക്വാളിറ്റീസ് അവർക്കുണ്ട്. വ്യക്തമായിട്ട് ന്യായപ്രമാണവും അതിനോട് ചേർന്ന് അതിനെ വിശകലനം ചെയ്ത് പഠിച്ച് അതിന്റെ പ്രായോഗിക വശങ്ങൾ ഒക്കെ അതിന്റെ ഇന്റർപ്രിട്ടേഷൻസും ഒക്കെ അവര് നൽകിയിട്ടുണ്ട്. യേശു കർത്താവ് ജീവിച്ചിരിക്കുന്ന കാലത്ത് വെറും 10 കൽപ്പനകൾ മാത്രമല്ല, അതിനോടനുബന്ധമായിട്ട് ഓരോരോ സാഹചര്യങ്ങളിൽ പോലും എന്തൊക്കെയാണ് പ്രായോഗികമായിട്ട് ആ ന്യായപ്രമാണം അനുസരിച്ച് ചെയ്യേണ്ടത് എന്നുള്ള പ്രായോഗിക നിർദ്ദേശങ്ങൾ വരെ ഉണ്ടായിരുന്ന ഒരു കാലമാണ്. അങ്ങനെ കൃത്യമായിട്ട് ഇതിനെക്കുറിച്ചൊക്കെയുള്ള ഒരു പഠിപ്പിക്കലും അതിനെക്കുറിച്ചുള്ള ഒരു പഠനശാഖ തന്നെ അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് ഗ്രഹിക്കാനായിട്ട് കഴിയും. അപ്പോൾ എന്നാൽ ഒരു കാര്യം മാത്രം മറന്നുപോയി, പുറമേ നിന്ന് ഇത് നോക്കുമ്പോൾ ഇത് അനുവർത്തിക്കുന്നുവെന്ന് തോന്നും. നമുക്കറിയാമല്ലോ, നമ്മളിപ്പം നമ്മുടെ ഉള്ളിൽ എത്രമാത്രം പാപത്തിന്റെയും മോഹത്തിന്റെയും കാര്യങ്ങൾ വ്യാപരിക്കുന്നുണ്ടെങ്കിലും സാങ്കേതികമായിട്ട് മാത്രം നമ്മൾ പാപം ചെയ്തില്ല എന്നുള്ള ഒരു അനുഭവത്തിൽ നമുക്കൊക്കെ നിൽക്കാൻ കഴിയും. ഞാൻ മുന്നേ പറഞ്ഞിട്ടുള്ള പോലെ, ഞാൻ അതിർത്തിയൊന്നും ലംഘിച്ചിട്ടില്ല അച്ചായ എന്ന് പറയുന്ന പോലെ, ഞാൻ അതിർവരമ്പൊന്നും ലംഘിച്ചിട്ടില്ല, എന്നാൽ അതിർവരമ്പിൽ പോയി നോക്കി നിൽക്കുന്നുണ്ട് എന്ന് ഇതിനു മുന്നേ ഞാൻ ഒരു ദിവസം പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞതുപോലെ അതിർത്തിയൊന്നും ലംഘിച്ചിട്ടില്ല. നമ്മൾ പലപ്പോഴും ഉദ്ദേശിക്കുന്നത്, കർത്താവെ, ആ പ്രവൃത്തി ഞാനങ്ങ് ചെയ്തിട്ടില്ല, എന്നാൽ പ്രവൃത്തിക്ക് ആധാരമായ ചിന്തകളും അതിൽ രസിക്കുന്ന ആറ്റിറ്റ്യൂഡും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ എൻ്റെ ഉള്ളിലുണ്ട്, എന്നാൽ അത് മാത്രം ചെയ്തിട്ടില്ല എന്നുള്ളൊരു സാങ്കേതികത്വത്തിലാണ് പലരും ഈ വിശുദ്ധിയെക്കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചും പറയുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. എന്നാൽ കർത്താവ് അവിടെ ചോദിക്കുന്നത്, ഇങ്ങനെയൊക്കെ ഇത് ഒരുപക്ഷെ ബാഹ്യമായി ചെയ്യുന്ന കാര്യം മാത്രമായിരിക്കില്ല ഇവിടെ ഉദ്ദേശിച്ചേക്കുന്നത്, അവരുടെ ഹൃദയത്തിന്റെ ഉള്ളിലുള്ള, കാരണം കർത്താവ് ഈ പഴയ നിയമത്തിലുള്ള പല കമാൻഡുകളെയും
അമെൻഡ് ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. സ്ത്രീയെ നോക്കേണ്ടതിന് നീ ഹൃദയത്തിൽ തെറ്റായ ചിന്തയോടെ അവൾ നോക്കിയാൽ തന്നെ നീ വ്യഭിചാരം ചെയ്യുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഒരു ആക്ട് പോയി കമ്മിറ്റ് ചെയ്യണമെന്നില്ല, അല്ലെങ്കിൽ കൊലപാതകം നീ ചെയ്യുന്നു. കാരണം നിന്റെ ആറ്റിറ്റ്യൂഡ് കൊണ്ടും നിന്റെ മാനസിക ഭാവം കൊണ്ടും നിന്റെ ഹൃദയത്തിലുള്ള കോപം കൊണ്ടും വെറുപ്പ് കൊണ്ടും നീ അത് ഓൾറെഡി ചെയ്തു കഴിഞ്ഞു എന്നുള്ളൊരു നിലയിൽ നമ്മൾ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, ക്രിസ്തുവിന്റെ തികഞ്ഞ ന്യായപ്രമാണത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, സാങ്കേതികമായിട്ട് ഞാനിത് ചെയ്തിട്ടില്ല എന്ന് പറയുന്ന ആ പറച്ചിൽ നിലനിൽക്കുന്ന ഒരു കാര്യമല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അതുകൊണ്ട് സാങ്കേതികമായി ഞങ്ങളിത് ചെയ്തിട്ടില്ല, എന്നാൽ അതിന്റെ വക്കത്ത് തന്നെയാണ് നിൽക്കുന്നത്, ഏത് നിമിഷവും അതിലേക്ക് മറിഞ്ഞു വീഴാനുള്ള സാധ്യതയുണ്ട് എന്നൊരു നിലവാരത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്. അതുകൊണ്ട് യഹൂദനോട് ചോദിക്കുന്നത്, അവിടെ അങ്ങനെ എഴുതിയിട്ടില്ല എങ്കിൽ തന്നെ പല നിലകളിൽ നിങ്ങൾ ചെയ്യുന്ന ചില കാര്യങ്ങളെ നിങ്ങൾ ചെയ്യുന്നില്ല എന്ന് പറയുന്ന കാര്യങ്ങളായിട്ട് തന്നെ വ്യാഖ്യാനിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ ആ നിലയിൽ അത് വ്യാഖ്യാനിക്കപ്പെടാനും അതിന്റെ നിഴലിൽ തന്നെയാണ് നീ നിൽക്കുന്നത്. കാരണം നമുക്കറിയാമല്ലോ, പഴയ നിയമകാലത്ത് ഈ കമാൻഡ്മെന്റ് കൊടുത്തിരുന്നു എങ്കിലും ആ ജീവന്റെ ആത്മാവിന്റെ പ്രമാണം അവരുടെ ഹൃദയത്തിൽ ഇല്ലാത്തത് കൊണ്ട്, അല്ലെങ്കിൽ ആ ദൈവത്തിന്റെ പരിശുദ്ധാത്മ ശക്തിയാൽ അവർ വേണ്ടുവണ്ണം നിറയപ്പെടാത്തത് കൊണ്ട് ഈ ദൈവീക പ്രമാണങ്ങൾ പാലിക്കാനായിട്ട് അവർക്ക് സാധിച്ചിരുന്നു. എന്ന് വെച്ചാൽ ദൈവം അത് അവരിൽ നിന്ന് വിത്ത്ഹോൾഡ് ചെയ്തു എന്നല്ല പറയുന്നതിന്റെ അർത്ഥം. തുടർന്ന് നമ്മൾ വായിക്കുന്നു, ദൈവത്തിന്റെ ദയ നിന്നെ മാനസാന്തരത്തിലേക്ക് നടത്തുന്നു എന്ന് നീ അറിഞ്ഞിരുന്നുവെങ്കിൽ എന്ന് നേരത്തെ നമ്മൾ ചിന്തിച്ച ആ വാക്യത്തിൽ തന്നെ ഉണ്ട്. കാരണം ഈ ന്യായപ്രമാണം കൊടുത്തത് ക്രിസ്തുവിങ്കിലേക്ക് നടത്താനുള്ള ഒരു ശിശുപാലകൻ എന്നുള്ള ഒരു നിലയിലാണ് ന്യായപ്രമാണം കൊടുത്തതെന്നും, പുതിയ നിയമകാലത്ത് മാത്രമല്ല പഴയ നിയമകാലത്ത് പോലും അവരുടെ ബലഹീനതയും കുറവുകളും മനസ്സിലാക്കി ദൈവത്തിൽ ആശ്രയിക്കുകയും ഈ ദൈവത്തിന്റെ ദയ ആത്യന്തികമായിട്ട് അവർക്ക് വേണ്ടി യാഗമായി തീരാൻ പോകുന്ന ക്രിസ്തുവിനെ കുറിച്ചുള്ള ദർശനത്തിലേക്കും ക്രിസ്തു അവരെ എനേബിൾ ചെയ്ത് അവരെ ആ നിത്യതയുടെ ഭാഗഭാക്കാക്കുന്നതിനെ കുറിച്ചുള്ള ആ അനുഭവത്തിലേക്ക് വന്ന അനേക വിശുദ്ധന്മാര് പഴയ നിയമത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ വിസ്മരിച്ചു പോകരുത്. അപ്പോൾ പുതിയ നിയമത്തിലുള്ള ചില വ്യക്തികൾക്ക് മാത്രം വേണ്ടി കുത്തകയായിട്ട് മാറ്റിവെച്ച ഒരു കാര്യം നല്ല പറയുന്നത്, ഏത് കാലത്ത് എപ്പോൾ ദൈവത്തെ ആത്മാർത്ഥമായിട്ട് അന്വേഷിക്കുകയും കർത്താവെ എനിക്കിത് ചെയ്യാൻ കഴിയുന്നില്ല, എനിക്ക് ഈ ന്യായപ്രമാണം നിവർത്തിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ അനേകർക്ക് ഈ വിശ്വാസത്താലുള്ള ഈ രക്ഷയിലേക്ക്, വിശ്വാസത്താലുള്ള ഈ നീതീകരണത്തിന്റെ അനുഭവത്തിലേക്ക്, വിശ്വാസത്താൽ അവർക്ക് നിത്യത ഉണ്ട്, അവർക്ക് വേണ്ടി അറുക്കപ്പെട്ട കുഞ്ഞാടിനെ വിശ്വാസത്താൽ കണ്ട് ഈ നിത്യത അവർക്കുണ്ടെന്ന് പറഞ്ഞ് ഈ ലോകത്തിൽ തങ്ങൾ പരദേശികളെന്ന് ഏറ്റുപറഞ്ഞു പോയവരുടെ വലിയൊരു സാക്ഷ്യം എബ്രായർക്ക് എഴുതുന്ന ലേഖനം 11-ാം അധ്യായത്തിൽ നമ്മൾ വലിയൊരു നിര തന്നെ കാണുന്നുണ്ട്. എന്നാൽ അവർ അവസാനം എഴുതിയിട്ടുണ്ട്, അവർ നമ്മെ കൂടാതെ രക്ഷാപൂർത്തി പ്രാപിക്കാതിരിക്കേണ്ടതിന് ദൈവം ഏറ്റവും നല്ലതൊന്ന് നമുക്കായി മുൻകരുതിയിരുന്നു എന്നുള്ളത് അവിടെ എഴുതിയിട്ടുണ്ട്. അതിന്റെ സമയം വരുമ്പം അതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. ഇന്ന് ഞാൻ അതിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആന്തരികമായിട്ടുള്ള ഒരു അതിലേക്ക് വരാതെ കേവലം സാങ്കേതികമായിട്ട് നമ്മൾ അവരുടെ സാങ്കേതികമായിട്ടുള്ള അനുഭവങ്ങൾ പലതും പഠിച്ചിട്ടുണ്ട്. അപ്പനും അമ്മയ്ക്കും എന്തെങ്കിലും നന്മ ചെയ്യാനുണ്ടെങ്കിൽ ആ നന്മ ദൈവത്തിന് ദാനമായി കൊടുത്തു കുർബാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ നന്മ അപ്പനും അമ്മയ്ക്കും ചെയ്യണ്ട എന്ന് വരെ പഠിപ്പിക്കുന്ന, അപ്പോൾ അത് സാങ്കേതികമാണ്, തികച്ചും സാങ്കേതികമാണ്. അല്ലാതെ യഥാർത്ഥത്തിൽ അങ്ങനെ ദൈവം ആഗ്രഹിക്കുന്നില്ല. അപ്പനും അമ്മയ്ക്കും ചെയ്യേണ്ട ഉപകാരം അവർക്ക് ചെയ്യുക തന്നെ വേണം. ഒരു സഹോദരനെ സ്നേഹിക്കേണ്ടത് സ്നേഹിക്കുക തന്നെ വേണം. എന്നാൽ ആ അനുഭവത്തിലേക്ക് അവർക്ക് വരാൻ കഴിഞ്ഞില്ല എന്നുള്ള യാഥാർത്ഥ്യം ഇവിടെ പ്രതിപാദിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്കറിയാമല്ലോ, അണ്ടിയോട് അടുക്കുമ്പോൾ മാങ്ങാടെ പുളി അറിയാന്ന് പറഞ്ഞ പോലെ നമ്മൾ പുറമേ ഇച്ചിരി വേഷവിധാനങ്ങളിലോ നമ്മുടെ സംസാരത്തിലോ ഒക്കെ ഇച്ചിരി താഴ്മ അഭിനയിച്ചതുകൊണ്ട് മാത്രം നമ്മൾ ആരാണെന്നുള്ളത് നമ്മളോട് നിരന്തരമായി ഇടപഴകുന്ന വ്യക്തികൾക്ക് അറിയത്തില്ലേ? അതിന് പ്രത്യേകിച്ച് എന്തെങ്കിലും നമ്മൾ പറയേണ്ട ആവശ്യമുണ്ടോ? അല്ല, പലരുടെയും വിചാരം കുറച്ച് വേഷവിധാനത്തിലും കുറച്ച് ഇങ്ങനെ താഴ്മയോടെ സംസാരിക്കുന്ന പോലെ ഒന്ന് അഭിനയിച്ചാലൊക്കെ ഇത് തീർന്നു എന്നുള്ളതാ വിചാരം. നോക്കിയാട്ടെ, യഹൂദന്മാരും ഏകദേശം അതുപോലൊക്കെ ചെയ്യുന്നവരായിരുന്നു. എന്നാൽ നിരന്തരമായിട്ട് കൂടെ കിടക്കുന്നവനെ രാപ്പനി അറിയൂ എന്ന് പറയുന്ന പോലെ ഈ അവരുടെ യഥാർത്ഥ സ്വഭാവം എന്താണെന്നും അത് ഈ പുറമേ കാണിക്കുന്നത് പോലെയും ഈ പ്രമാണത്തിൽ പറയുന്നത് പോലെയൊന്നും അല്ലെന്നും അകമേ കടിച്ചു കീറുന്ന ചെന്നായ്ക്കളുടെ ഒരു അനുഭവമാണെന്നും ഉള്ളത് അന്നത്തെ ആ സാഹചര്യത്തിൽ അത് അറിയാമായിരുന്നു എന്നുള്ളത് നമുക്ക് പഴയ നിയമത്തിലെ പ്രവാചക പുസ്തകങ്ങളിലും ഒക്കെ നമുക്ക് കാണാനായിട്ട് കഴിയുന്ന ഒരു അനുഭവമാണ്. ഈ അനുഭവത്തെ മുൻനിർത്തിക്കൊണ്ടാണ് ചോദിക്കുന്നത്, നീ ഇങ്ങനെയൊക്കെ പറയുന്നെങ്കിലും ഫലത്തിൽ നീ ആരാ? ഈ പറയുന്നതൊന്നും അനുവർത്തിക്കാൻ കഴിയുന്ന ഒരു വ്യക്തി അല്ല.
അതുകൊണ്ട് തന്നെ നമ്മളും പുതിയ നിയമത്തിൽ ജീവിക്കുന്ന നമ്മളും വിചാരിക്കേണ്ടത്, നമ്മൾ മറ്റുള്ള ചില മതവിഭാഗങ്ങളെയോ അല്ലെങ്കിൽ മറ്റുള്ള ചില ആൾക്കാരെയോ അവർ കുറവുള്ളവരാണെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം നമ്മൾ ശ്രേഷ്ഠരാകുന്നില്ല. നമ്മൾ അത് ആ ശ്രേഷ്ഠതയിലേക്ക് നടത്തപ്പെടുന്നത് എപ്പോഴാ? നമുക്ക് കഴിവില്ല എന്ന് നമ്മൾ ദൈവസന്നിധി മനസ്സിലാക്കി ദൈവകൃപയിൽ ആശ്രയിച്ച് അവന്റെ സ്വാതന്ത്ര്യത്തിന് തികഞ്ഞ ന്യായപ്രമാണം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാകത്തക്കവണ്ണം നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കുകയും അത് നമ്മുടെ ജീവിതത്തിൽ അത് നിവർത്തിക്കപ്പെടുകയും ചെയ്യുമ്പോഴാ യഥാർത്ഥത്തിൽ നമ്മൾ ക്രിസ്തുവിന്റെ സാക്ഷിയായിട്ട് തീരുന്നത്. വാക്കുകൊണ്ട് സാക്ഷിയാകാം, ജീവിതം കൊണ്ട് അതിലുപരിയായിട്ട് നമുക്ക് സാക്ഷിയാകാം. നോക്കിയാട്ടെ, എന്നിട്ട് ചോദിക്കുക, എന്താണ് ഈ പരിച്ഛേദന? നീ ന്യായപ്രമാണം അവിടെ ചോദിക്കുന്നു, നീ ന്യായപ്രമാണം ആചരിച്ചാൽ പരിച്ഛേദന പ്രയോജനമുള്ള സത്യം, ന്യായപ്രമാണം ലംഘിയായാലോ പരിച്ഛേദന അഗ്രകർമ്മമായി തീരുന്നു. ഒരു തിയറി നമ്മൾ ഇന്നലെ അത് ടച്ച് ചെയ്തായിരുന്നു. കാരണം ന്യായപ്രമാണം അല്ലെങ്കിൽ പരിച്ഛേദന മൈനസ് അനുസരണം ഈസ് ഈക്വൽ ടു അഗ്രചർമ്മം എന്ന് പറയുന്നത് പോലെ ദൈവം നമ്മൾക്ക് അനുഷ്ഠിക്കാൻ തന്നിരിക്കുന്ന പല കാര്യങ്ങളിലും, വിശ്വാസത്തിന്റെ അനുസരണമായിട്ട് അനുഷ്ഠിക്കാൻ തന്നിരിക്കുന്ന പല കാര്യങ്ങളിലും നമ്മളത് അനുസരണം നമ്മുടെ ജീവിതത്തിലില്ല, വെറും പറച്ചിൽ മാത്രവും അത് ആ ചില കർമ്മങ്ങളോ ആചാരങ്ങളോ അനുഷ്ഠിക്കുന്നെന്ന് വെച്ച് മാത്രം നമ്മളത് അതിന്റെ അർത്ഥപൂർണതയിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നില്ല, അല്ലെങ്കിൽ ദൈവം ഉദ്ദേശിച്ച നിലവാരത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നില്ല. നമുക്ക് കാണാനായിട്ട് കഴിയും, ആ പരിച്ഛേദന ഏറ്റതിന് ശേഷം വചനത്തിൽ ഗലാത്യർക്കെഴുതുന്ന ലേഖനത്തിൽ പരിച്ഛേദന ഏൽക്കുന്നവൻ ന്യായപ്രമാണം മുഴുവൻ അനുഷ്ഠിക്കാൻ കടംപെട്ടിരിക്കുന്നുവല്ലോ. അതുകൊണ്ട് നിങ്ങൾ പരിച്ഛേദന ഏൽക്കാൻ ആഗ്രഹിക്കും, നിങ്ങൾ ദൈവത്തിന്റെ കൃപയിൽ നിന്ന് വീണുപോയി എന്ന് വരെ ഗലാത്യർക്കെഴുതുന്ന ലേഖനം 4-ാം അധ്യായത്തിൽ 5-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. നിങ്ങൾ കൃപയിൽ നിന്ന് വീണുപോയി, കാരണം വിശ്വാസത്താൽ നീതി ലഭിക്കും എന്നുള്ളത് ഞങ്ങൾ കാത്തിരിക്കുമ്പോൾ നിങ്ങൾ പ്രവർത്തിയാൽ നീതി ലഭിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ ജഡത്തിൽ തന്നെ ചില നന്മകൾ വസിക്കുന്നുണ്ടെന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിൽ നിങ്ങൾ പിന്നെ നിങ്ങളുടെ കഴിവിൽ ആശ്രയിക്കുക. ഈ യഹൂദനും പറ്റിപ്പോയ സംഗതി എന്താ? നമ്മളത് വായിക്കുന്നുണ്ട്. ഈ റോമാലേഖനം തന്നെ 9-ാം അധ്യായം അതിന്റെ അവസാന വാക്യം, 10-ാം അധ്യായം അതിന്റെ ആദ്യ വാക്യങ്ങൾ, അവിടെ നമ്മൾ കാണുന്നുണ്ട്. ആകയാൽ നാം എന്ത് പറയേണ്ടു? നീതിയെ പിന്തുടർന്ന ജാതികൾ നീതി പ്രാപിച്ചു, വിശ്വാസത്താലുള്ള നീതി തന്നെ. നീതിയുടെ പ്രമാണം പിന്തുടർന്ന ഇസ്രായേലോ ആ പ്രമാണത്തിൽ എത്തിയില്ല. അത് എന്തുകൊണ്ട്? വിശ്വാസത്താലല്ല, പ്രവൃത്തികളാൽ അന്വേഷിച്ചുകൊണ്ട് തന്നെ അവർ ഇടർച്ചക്കല്ലിന്മേൽ തട്ടി. അതിനെ ഒന്നുകൂടെ വിവരിച്ചിട്ട് 10-ാം അധ്യായം ആദ്യം പറഞ്ഞേക്കുന്നു, അതിന്റെ 3-ാം വാക്യം, അവർ ദൈവത്തിന് നീതി അറിയാതെ സ്വന്തം നീതി സ്ഥാപിക്കാൻ അന്വേഷിച്ചുകൊണ്ട് ദൈവത്തിന്റെ നീതിക്ക് കീഴ്പ്പെട്ടിട്ടില്ല. എനിക്ക് ഈ ടെക്നിക്കലായിട്ടുള്ള പരിപാടികളൊക്കെ എനിക്ക് ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. വെൽഡിങ് ചെയ്യും, കട്ടിങ് ചെയ്യും, അതുപോലെ ഫിറ്റിങ്, പല പരിപാടികൾ ചെയ്യാൻ ഇഷ്ടമാണ്. എവിടെയെങ്കിലും ഒരു സ്പാനർ കിട്ടിയാൽ മതി, ഒരുപക്ഷെ ഞാൻ എന്നെ തന്നെ മറന്നു പോകും. അതുപോലുള്ള ഒരു ആളാണ്. ഈ കഴിഞ്ഞ ദിവസം ചില പണികൾ എടുത്തിട്ട് നടുവേദന പിടിച്ചിപ്പോൾ ഒരാഴ്ചയായിട്ട് കിടപ്പാ. അപ്പം ആവശ്യമില്ലാത്ത പണിക്കാ പോകുന്നത്, എന്നാലും അതിന്റെ ഇൻട്രസ്റ്റ് കൊണ്ട് ഈ ചെയ്യുന്നതാ. അപ്പം നമ്മൾക്കറിയാമല്ലോ, ഒരു ടെക്നിക്കൽ പണി ഒന്ന് ഫിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പരിശ്രമിച്ച് പല വഴികൾ നോക്കി അവസാനം നമ്മളതിൽ ജയിക്കും എന്ന് പറഞ്ഞ പോലുള്ള ഒരു ഇൻക്വിസിറ്റീവായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് മാത്രമേ യഹൂദന് ഉണ്ടായിരുന്നുള്ളൂ. യഹൂദന് അവൻ പാപിയാണെന്നോ കുറവുള്ളവനാണെന്നോ ദൈവമേ നിന്റെ സഹായമില്ലാതെ എനിക്ക് ഈ പ്രമാണം നിവർത്തിക്കാൻ കഴിയുകയില്ലെന്നോ സമ്മതിക്കാൻ അവന് പറ്റുന്നില്ല. അവൻ ചെയ്യുന്നത് 10-30 വട്ടം ട്രൈ ചെയ്ത് കർത്താവിനോട് പറയാം, കർത്താവ് ഒരു വട്ടം കൂടെ ഞാൻ ട്രൈ ചെയ്ത് നോക്കട്ടെ ഈ ന്യായപ്രമാണം, അതൊന്നുകൂടെ ഞാൻ നോക്കട്ടെ. കർത്താവ് നിന്റെ നീതി എനിക്കുണ്ട്, നിന്നെ ആശ്രയിക്കാൻ പറ്റും, എന്നാൽ എനിക്കിതിന് ചെയ്യാൻ പറ്റും കർത്താവ്, പിന്നെന്തിനാ? അപ്പം ദൈവത്തിന്റെ നീതി അവൻ അവൈലബിൾ ആണ്. ദൈവത്തിന്റെ നീതിയാലേ അവൻ രക്ഷിക്കപ്പെടുകയുള്ളൂ, ദൈവസന്നിധിയിൽ ജയകരമായ ജീവിതം നയിക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ള പരിജ്ഞാനം അവനെ ഭരിക്കുമ്പോൾ തന്നെ ഈ ന്യായപ്രമാണം എന്ന് പറയുന്ന സംഗതി കയ്യിൽ ലഭിച്ചത് കൊണ്ട് അത് ചെയ്യുന്നവൻ അതുമൂലം ജീവിക്കുമെന്ന് എഴുതിയിരിക്കുന്നത് പോലെ അവൻ അത് പിന്നെയും പരിശ്രമിക്കുക, സ്വന്തം നീതി സ്ഥാപിക്കാൻ ആഗ്രഹിക്കുക. കർത്താവ് ഒരു ചാൻസും കൂടെ ഞാൻ ഒന്നുകൂടെ ട്രൈ ചെയ്യട്ടെ. അങ്ങനെ അവസാനം അവൻ സ്വന്തം നീതി സ്ഥാപിക്കാൻ ആഗ്രഹിച്ചിട്ട് ദൈവത്തിൽ നിന്ന് അകന്നുപോയി എന്ന് നമ്മൾ വായിക്കുക. എത്ര പരിതാപകരമായിട്ടുള്ള ഒരു അനുഭവം. ആത്മാർത്ഥതയെ അവനെ അങ്ങനെ വിധിക്കുന്നത് കൊണ്ട് കാര്യമില്ല. കാരണം അവൻ കഴിവിന്റെ പരമാവധി പരിശ്രമിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നോക്കിയപ്പം ഉപദേശി അങ്ങനെ തന്നെ ചെയ്യുന്നു, ഇന്നാരും അങ്ങനെ തന്നെ ചെയ്യുന്നു, എന്നാ പിന്നെ ഇത്രയ്ക്കേ ഉള്ളൂ എന്നുള്ള ഒരു നിലയിലേക്ക് അവന്റെ അണ്ടർസ്റ്റാൻഡിങ് വരികയാണ് ചെയ്യുന്നത്. എന്നാൽ ദൈവം ഇത് കൊടുത്തേക്കുന്നത് ഇത് കഴിയത്തില്ല എന്ന് പറയാനും ദൈവം അവനെ സഹായിക്കാനും അവൻ നിത്യജീവന്റെ പൂർണ്ണതയിലേക്കും ക്രിസ്തുവിലേക്കും നടത്തപ്പെടുവാൻ വേണ്ടിയാണെന്നുള്ള രഹസ്യം അവൻ മനസ്സിലാക്കുന്നില്ല.
ഇവിടെ പറയുക, ഈ പരിച്ഛേദന എന്താണ് പരിച്ഛേദന എന്ന് പറയുന്നത്? അത് ഹൃദയ പരിച്ഛേദന അത്രേ ദൈവം ആഗ്രഹിക്കുന്നത്. അകമേയുള്ള പുറമേയുള്ള പരിച്ഛേദനയല്ല, അകമേയുള്ള പരിച്ഛേദന അത്രേ ആത്മാവിലുള്ള ഹൃദയ പരിച്ഛേദന അത്രേ പരിച്ഛേദന എന്ന് അവിടെ എഴുതിയേക്ക്. എന്താണ് ഈ പരിച്ഛേദന എന്ന് പറയുന്നത്? നമ്മൾ ഇതിനു മുന്നേ ഈ പ്രഭാതത്തിൽ നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. കൊളോസ്യർക്ക് എഴുതുന്ന ലേഖനം 2-ാം അധ്യായം 11-ാം വാക്യത്തിൽ പറയുന്നു, യേശുക്രിസ്തുവിന്റെ പരിച്ഛേദനയാൽ നിങ്ങൾക്ക് കൈകൊണ്ടല്ലാത്ത പരിച്ഛേദനയും ലഭിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആ പരിച്ഛേദന എന്താണെന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. നിങ്ങളുടെ ജഡശരീരം ഉരിഞ്ഞു കളഞ്ഞതിനാൽ യേശുക്രിസ്തുവിന്റെ കാൽവരി മരണത്തിൽ എന്റെ പഴയ മനുഷ്യനെയും ചുമന്നുകൊണ്ട്, എന്റെ പാപ സ്വഭാവത്തെയും ചുമന്നുകൊണ്ട് കാൽവരിയിൽ അവൻ യാഗമായി തീർന്നപ്പോൾ എന്റെ പാപത്തിന്റെ ശിക്ഷ മാത്രമല്ല, എന്റെ പാപ സ്വഭാവത്തെയും കൂടെ ചുമന്നുകൊണ്ട് അവൻ കാൽവരി ക്രൂശിൽ മരിച്ചു. അത് ദൈവത്തിന്റെ വചനം പറയുന്ന ഒരു യാഥാർത്ഥ്യമാണ്. റോമാലേഖനം 6-ാം അധ്യായം നമ്മളത് വായിക്കും. 6-ാം അധ്യായത്തിലെ അടിസ്ഥാനപരമായ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തന്നെയാണ്. നമ്മൾ ഇനി തുടർന്നുള്ള ദിവസങ്ങളിൽ അത് പഠിക്കുമല്ലോ. എന്തുമാത്രം ക്രിസ്തീയ ജീവിതത്തിന്റെ ഒരു ഹൃദയഭാഗം എന്ന് നമുക്ക് പറയാവുന്ന ഒരു ദൈവവചന ഭാഗമാണ് റോമർക്ക് എഴുതുന്ന ലേഖനം 6-ാം അധ്യായം, 7-ാം അധ്യായം, 8-ാം അധ്യായം ഒക്കെ. അപ്പോൾ അവിടെ വ്യക്തമായിട്ട് പറഞ്ഞേക്കുക, നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. നമുക്കൊരു ഹൃദയപരിച്ഛേദന ലഭിച്ചു. ആ ഹൃദയപരിച്ഛേദന എന്ന് പറയുന്നത് നമ്മുടെ ജഡ മനുഷ്യൻ, അല്ലെങ്കിൽ രക്ഷിക്കപ്പെടാത്ത ഒരു മനുഷ്യനെ നടത്തുന്നത് അവന്റെ ജഡമാണ് നടത്തുന്നത്. അവന്റെ ജഡം പറയുന്നത് അവന്റെ മനസ്സ് കേൾക്കും. മനസ്സ് പറയുന്നത് ആത്മാവിനെ അടിച്ചേൽപ്പിക്കുക. അല്ലെങ്കിൽ ആത്മാവ് ഒരിക്കലും ദൈവവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് കടന്നു വരാൻ കഴിയാതെ ജഡം കർത്തൃത്വം എടുത്തിരുന്ന ഒരു അനുഭവത്തിൽ അവൻ മുന്നോട്ട് പോയിരുന്ന സമയത്ത് യേശുക്രിസ്തുവിന്റെ പരിശുദ്ധാത്മാവ് അവൻ നീതീകരിക്കപ്പെട്ടപ്പോൾ അവന്റെ ജീവിതത്തിലേക്ക് കടന്നു വരികയും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവന്റെ ജീവിതത്തിലേക്ക് കടന്നു വരികയും പരിശുദ്ധാത്മാ സഹായത്താൽ അവന്റെ ആത്മാവ് ദൈവവുമായിട്ട് ബന്ധപ്പെടുകയും, ആത്മീയ ഭാഷയിൽ പറഞ്ഞാൽ ആത്മാവ് ജീവിച്ചു എന്നൊരു അർത്ഥത്തിൽ ദൈവവുമായിട്ട് ബന്ധമില്ലാതെ കിടന്ന അവന്റെ ആത്മാവ് ദൈവവുമായിട്ട് ബന്ധപ്പെട്ട് ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് അവനെ ദൈവം കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അപ്പോൾ നേരത്തെ ജഡത്തിന്റെ കൺട്രോളിൽ മനസ്സിരുന്നത് പോലെ ഇപ്പോൾ ഈ മനസ്സിനെ ആത്മാവിന്റെ കൺട്രോളിൽ കൊണ്ടുവരണം എന്ന ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ആ ഒരു അനുഭവത്തിനാണ് വിശുദ്ധീകരണത്തിന്റെ അനുഭവം എന്ന ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നത്. അപ്പോൾ ഇപ്പൊ നേരത്തെ ജഡത്തിന് പ്രോമിനൻസ്, ജഡത്തിന്റെ കാര്യങ്ങൾക്ക് പ്രയോറിറ്റി, ജഡത്തിന്റെ കാര്യങ്ങൾക്ക് 1-ാം സ്ഥാനം ലഭിച്ചിരുന്ന അനുഭവത്തിൽ നിന്ന് മാറി ആത്മാവ് ജീവിക്കുകയും ആത്മാവ് ദൈവത്തോടുള്ള ബന്ധത്തിൽ വരികയും ആത്മീയ കാര്യങ്ങൾക്ക് പ്രയോറിറ്റിയും ആത്മീയമായ കാര്യങ്ങൾക്ക് അതിന്റെ ജീവിതത്തിൽ 1-ാം സ്ഥാനവും ലഭിക്കത്തക്കവണ്ണം അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു എന്നുള്ള നിലവാരത്തിലേക്ക് കർത്താവ് നമ്മളെ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈബിള് 2 വാക്യം തിന്നു കഴിഞ്ഞാൽ നമുക്ക് വിശക്കയില്ല എന്നല്ല എൻ്റെ അർത്ഥം. എന്നാൽ നമ്മുടെ ജീവിതത്തിലെ പ്രയോറിറ്റി മാറി, നമ്മുടെ ജീവിതത്തിലെ മുൻഗണനകൾ മാറി. ഇന്ന് ആത്മീയ കാര്യങ്ങൾക്കും ദൈവത്തിന്റെ വചനത്തിനും ദൈവത്തോടുള്ള കൂട്ടായ്മയ്ക്കും ജീവിതത്തിൽ 1-ാം സ്ഥാനമായി തീരുകയും നേരത്തെ ജഡം എന്നെ നടത്തിക്കൊണ്ടിരുന്ന അനുഭവത്തിൽ നിന്ന് മാറി ആത്മാവ് എന്നെ നടത്തുന്ന ഒരു അനുഭവത്തിലേക്ക് ഞാൻ കടന്നു വന്നിരിക്കുന്ന ഒരു അനുഭവത്തെക്കുറിച്ചാണ് ദൈവത്തിന്റെ വചനത്തിൽ ഹൃദയപരിച്ഛേദന എന്ന് പറഞ്ഞേക്കുന്നത്. ഇനിയും ജഡത്തിന്റെ മോഹങ്ങൾക്ക് ജീവിക്കുക എന്നുള്ളതല്ല എൻ്റെ പ്രയോറിറ്റി, ആത്മീയമായ കാര്യങ്ങൾക്ക് വേണ്ടി ജീവിക്കുക എന്നുള്ളതാണ് എൻ്റെ പ്രയോറിറ്റി. 8-ാം അധ്യായം റോമാലേഖനത്തിൽ വായിക്കുന്നു, നാം ജഡത്തെ അനുസരിച്ച് ജീവിക്കേണ്ടതിന് നാം ജഡത്തിനല്ല കടക്കാരാകുന്നത് എന്ന് പറഞ്ഞാൽ അർത്ഥം ആത്മാവിനെ അനുസരിച്ച് ജീവിക്കേണ്ടതിന് നമുക്ക് ആത്മാവിനോടാകുന്നു കടമുള്ളത്. അതിന്റെ പോസിറ്റീവ് വേയിൽ അതിന് പറഞ്ഞാൽ ജഡത്തെ അനുസരിച്ച് ജീവിക്കണം, ജഡത്തിനല്ല കടക്കാരാകുന്നത്. അതിനെ ആ നെഗറ്റീവ് ഒന്ന് മാറ്റി പറഞ്ഞ് അതിന്റെ അർത്ഥം ആത്മാവിനെ അനുസരിച്ച് ജീവിക്കേണ്ടതിന് ആത്മാവിനാകുന്നു നാം കടക്കാരാകുന്നു. ഹൃദയപരിച്ഛേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മീയ കാര്യങ്ങൾക്ക് ആത്മാവ് നമ്മളെ നടത്തുന്ന ഒരു അനുഭവത്തെക്കുറിച്ച് തന്നെയാണ് ഹൃദയപരിച്ഛേദനയുടെ അനുഭവം എന്ന് പറയുന്നത്. അല്ലാതെ ആത്മീയ ജീവിതത്തിൽ വന്നതിന് ശേഷവും ജഡം തന്നെ നമ്മളെ നടത്തുക, ആത്മീയ ജീവിതവും ജഡത്തിന്റെ അഭിപ്രായം അനുസരിച്ച് ജീവിക്കുക, ആത്മീയ ജീവിതവും ജഡത്തിൽ തോന്നുന്ന പോലൊക്കെ അങ്ങ് ജീവിക്കുക. അങ്ങനെ ഒരു ആത്മീയ ജീവിതം ആ രക്ഷിക്കപ്പെടാത്ത അനുഭവം പോലെ ഉള്ള ഒരു ജീവിതം മാത്രമേ ഉള്ളൂ. ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവിന്, ദൈവഹിതത്തിന്, നമ്മുടെ ഉള്ളിലുള്ള ദൈവാത്മ സഹായത്താൽ ദൈവത്തിന്റെ ബന്ധത്തിലേക്ക് വന്ന ആത്മാവായിരിക്കണം നമ്മളെ ഈ നടത്തുന്നത്. ജഡത്തിനല്ല ജീവിതത്തിൽ മുൻഗണന.
ഈ ഒരു അടിസ്ഥാനപരമായ ഒരു പീച്ചേമൂട് എന്ന് പറയുന്ന പോലെ ഉള്ള ഒരു വ്യത്യാസത്തിലാണ് ഹൃദയപരിച്ഛേദന എന്ന് പറയുന്ന ഒരു അനുഭവത്തെ നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ ദൈവം യഥാർത്ഥത്തിൽ ഈ ശരീരത്തിന്റെ ഒരു ഭാഗം, ഒരിത്തിരി ഭാഗം മുറിച്ചു കളയുന്നതിന് ദൈവം അന്ന് കൊടുത്തതിന്റെ അർത്ഥം എന്താ? ദൈവം അത് കൊടുത്തതിന്റെ അർത്ഥം അത് ഹൃദയപരിച്ഛേദന എന്നുള്ള ഒരു അർത്ഥത്തിലാണ് ദൈവം അത് കൊടുത്തത്. നമുക്ക് കാണാം 28-ാം വാക്യം, അഗ്രചർമ്മി ന്യായപ്രമാണത്തിന്റെ നിയമങ്ങളെ പ്രമാണിച്ചാൽ അവനെ അഗ്രചർമ്മം പരിച്ഛേദന എന്ന് എണ്ണുകയില്ലയോ? സ്വഭാവത്താൽ അഗ്രചർമ്മിയായവൻ ന്യായപ്രമാണം അനുഷ്ഠിക്കുന്നു എങ്കിൽ അക്ഷരവും പരിച്ഛേദനയും ന്യായപ്രമാണ ലംഘിയായ നിന്നെ വിധിക്കുന്നില്ലയോ? അപ്പൊ നോക്കിയാട്ടെ, അതെ 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 അതിന്റെ 28-ാം, പുറമേ യഹൂദനായവൻ യഹൂദനല്ല, പുറമേ ജഡത്തിലുള്ള പരിച്ഛേദനയുമല്ല. നമ്മളും നമ്മുടെ ബെന്തിക്കോസുകാരെന്നോ വിശ്വാസികളെന്നോ ഒക്കെ പറയുന്ന നമുക്കും ഒരു കാര്യം നമുക്ക് ചിന്തിക്കാം. നമ്മൾ ഈ അനുഷ്ഠിക്കുന്നു എന്ന് പറയുന്ന ചില നമ്മുടെ ചില റിലീജിയസ് ആയിട്ടുള്ള ഒബ്സർവൻസസ് കൊണ്ട് മാത്രം, ചില കസ്റ്റംസ് ആൻഡ് പ്രാക്ടീസസ് കൊണ്ട് മാത്രം നമ്മൾ എങ്ങും എത്തുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെടുവാനായിട്ട് യഥാർത്ഥ ഹൃദയപരിച്ഛേദനയുടെ അനുഭവത്തിലേക്ക് വന്ന് കർത്താവെ ഞാൻ എന്നെ കർത്താവെ ഉയർത്തി കാണിക്കാനും ഞാൻ എന്തെങ്കിലും ആയിത്തീരാനും, അത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എൻ്റെ ആത്മാവിൽ ക്രിയ ചെയ്ത് അങ്ങനെ ഞാൻ ഒന്ന് നടത്തപ്പെടുന്നതായിട്ടുള്ള അനുഭവം. നോക്കിയാട്ടെ, അങ്ങനെയുള്ളവന് ദൈവത്തിൽ നിന്ന് തന്നെ പുകഴ്ച ലഭിക്കും, മനുഷ്യരാലല്ല ദൈവത്താൽ തന്നെ പുകഴ്ച ലഭിക്കും. അകമേ യഹൂദനായ എത്ര യഹൂദൻ, അക്ഷരത്തിൽ ആത്മാവിൽ ഹൃദയപരിച്ഛേദന എത്രയേ പരിച്ഛേദന. അക്ഷരത്തിലല്ല ആത്മാവിലുള്ള ഹൃദയപരിച്ഛേദന എത്രയേ പരിച്ഛേദന. ഞാൻ ഈ പറയുമ്പോൾ എങ്ങനെ അങ്ങോട്ടോ ഇങ്ങോട്ടോ വാക്കുകൾ തെറ്റിപ്പോയാൽ നിങ്ങൾ തന്നെ ഒന്ന് ഓർത്ത് ക്ഷമിക്കണം കേട്ടോ. ഈ ദിവസങ്ങളിൽ നമുക്ക് ഈ ദൈവത്തിൽ ആശ്രയിക്കാം. തുടർന്ന് 3-ാം അധ്യായത്തിൽ പറയുന്ന കാര്യങ്ങൾ നമുക്ക് നാളെ അതിനെക്കുറിച്ച് ചിന്തിക്കാം. അതിനായിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ